6 നമുക്ക് ദൈവസന്നിധി ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. 66 സങ്കീർത്തനം 6 വാക്യം. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. ചേർന്ന് രാമൻ പറഞ്ഞു ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽ ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നു. ഈ വാക്യം നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് എനിക്ക് വ്യക്തമായി സ്തോത്രം. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്നും കൂടെ ആയതുകൊണ്ട് ഒന്നുകൂടെ അറിയപ്പെടുന്ന വാക്യ ശകലങ്ങളായിരിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വായിക്കുന്ന സങ്കീർത്തനം അല്ലേ? സ്തോത്രം. ശരിയല്ലേ? പേടി വരുമ്പോ ചിലര് വായിക്കുന്നതാണ് 91 സങ്കീർത്തനം. അങ്ങനെയാണ് ചിലരുടെ കൺസെപ്റ്റ്. 91 സങ്കീർത്തനം വായിച്ച എന്ത് മാറും? പേടി മാറും. സ്തോത്രം. ബാക്കി വചനങ്ങളൊന്നും വായിച്ചാൽ ഭയം മാറത്തില്ല എന്നുള്ള കൺസെപ്റ്റ് ഉള്ള പലരും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നവർ ആണ് എന്താ പറയാ ഒത്തിരി ദൈവജനം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ആ ലേഖനങ്ങളിലേക്കും അതേപോലെ ചരിത്ര പുസ്തകത്തിലേക്കും വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ ജനം തിരിഞ്ഞു വരുന്നുണ്ട്. പോട്ടെ, എങ്കിലും സങ്കീർത്തനം എപ്പോഴും ഹൃദയത്തിന്റെ അകത്ത് കാതലായി കിടക്കുന്ന ഒരനുഭവമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയവുമായി അല്ലെ നമ്മുടെ സാഹചര്യങ്ങളുമായി ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പൊ ഞാനൊരു വാക്യം എക്സാമ്പിൾ പറയും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ ആ വാക്യം ഒരുപാട് നമ്മളുമായിട്ട് ചേർന്നാണ്. ഇങ്ങനെയുള്ള വാക്യശകലങ്ങൾ സങ്കീർത്തനങ്ങളിൽ ആഴമായി ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ജനത്തിനെ അത് സ്വാധീനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ സങ്കീർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങരുത്, മടങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, 66 സങ്കീർത്തനത്തിൽ നിന്നാണ് ഒരു ദൂത് ഇന്ന് പകൽ ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം തന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയ സഹോദരി രാജി സിസ്റ്റർ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. അദ്ദേഹം ഖത്തറിന് പോയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേട്ടു. അവിടെ വായിച്ച വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. സമുദ്രത്തെ കണ്ടോ? അവിടെ പറയുന്നത് ഒരു കുളത്തെ പറ്റിയോ തോടിനെ പറ്റിയോ ആറിനെ പറ്റിയോ ഒന്നുമല്ല. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. ഇത് പറഞ്ഞാൽ ഒരിക്കലും പ്രകൃതി നമ്മളോട് അനുകൂലിക്കില്ല. ശാസ്ത്രം നമ്മളോട് അനുകൂലിക്കില്ല. മനുഷ്യന്റെ ചിന്താഗതികളിൽ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇത് അസാധ്യമാണ്. ഹല്ലേലൂയ. അസാധ്യാണിത്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, അവൻ സമുദ്രത്തെ ഉണങ്ങിയ ആക്കി.
അടുത്ത വാക്യം എന്താ മോനെ? അവർ അവർ കാൽനടയായി കാൽനടയായി നദി കടന്നുപോയി. രാമൻ പറഞ്ഞു. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവിടെ എവിടെ? ചിലത് കടന്നു പോയതിന് ശേഷം, ചിലത് കടന്നു പോകുമ്പോൾ, ചിലത് കടന്നു കഴിയുമ്പോൾ അവർ പറയാ, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. സ്തോത്രം, സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു ദൂതാണ്. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ചിലത് കടന്നു പോണം. സ്തോത്രം, സ്തോത്രം. ചിലത് കടന്നു പോണം. ചിലത് കടന്നു പോയി കഴിയുമ്പോൾ നമ്മളിലല്ല സന്തോഷിക്കുന്നത്, നമ്മൾ അവനിൽ സന്തോഷിക്കാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ലഭിച്ചാൽ ആ സന്തോഷം അനുഭവിച്ചവർക്കറിയാം, അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ഒരു മൊബൈൽ ഫോൺ മേടിച്ചു എന്നിരിക്കട്ടെ. ഇന്ന് മൊത്തം മൊബൈൽ ആദ്യം ഇരിക്കട്ടെ. കൂടി വന്നാൽ ഒരു 2-3 മാസം കാണും അതിന്റെ ഒരു സന്തോഷം. ഒരു പുതിയ കാർ എടുത്തെന്നിരിക്കട്ടെ. കൂടി വന്നാൽ ഒരു 3-4 അല്ലെ 1 വർഷം അടുത്തിരിക്കട്ടെ, അതിന്റെ ഒരു സന്തോഷം ഉണ്ട്. പുതിയ കാറൊക്കെ എടുത്ത് സ്വത്രം പൂത്ത് തുടച്ച് മിനുക്കി അല്ലേ 4 മാസം കഴിയുമ്പോൾ തിരിഞ്ഞു പോകും. ഞാൻ ഈ കാർ എടുത്തപ്പോ എങ്ങനെ കൊണ്ട് സ്വത്രം ഇപ്പൊ എന്നെ നിർബന്ധിക്കണം അതൊന്ന് കഴിയും. സ്വത്രം എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഹല്ലേലൂയ. സ്വത്രം. കാർ എടുത്തപ്പോ ആരും പറയണം, സ്വയം എന്ത് ചെയ്യാ, കഴുകി 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 ഞാൻ തന്നെ വെള്ളം തീർക്ക്. ഇപ്പൊ എങ്ങനെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, എന്നാലും എന്ത് ചെയ്തു ആ പരുവത്തിന്. എന്താ കാര്യം? അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു അല്ലേ? അല്ലേ? അതിനോട് അത് ലഭിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഇപ്പൊ കുറവായി. ഹല്ലേലൂയ. ഇപ്പൊ മഴ നനഞ്ഞാൽ വളരെ സന്തോഷമാണ്, കാരണം അതിനകത്തോട് എന്ത് ചെയ്തു അങ്ങ് കഴുകി പൊക്കോളൂ. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിച്ച ആ സന്തോഷം ഒരിക്കലും നമ്മുടെ അകത്ത് പോകത്തില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് അനുഭവിച്ചവർ മാത്രം ഒരാമേൻ പറയണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് പകൽ എന്നോടൊരു ദൂത് ദൈവം ഇടപെടുന്നു. ദൈവത്തിൽ സന്തോഷിക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുകയാണ്. ചിലത് നീ കടക്കാൻ സമയമായി, ചിലത് നീ കടന്നു പോകാൻ സമയമായി. ദൈവത്തിൽ നീ സന്തോഷിക്കുന്ന നാളും വന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. പിന്നെ നീ ചിലത് കടക്കാൻ സമയമായി. നീ ദൈവത്തിൽ ആരംഭിക്കുക, നീ ദൈവത്തിൽ സന്തോഷിക്കും. മൂന്നാം വാക്യം ഒന്ന് വായിക്കാം.
നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം. കണ്ടോ, നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കര. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ. ഒരു ആമേൻ ചേർന്ന് പറയണം. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. കീഴടങ്ങും. ഇന്ന് മകൾ ചേർന്ന് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഇന്ന് നീ ചിലത് കടക്കാൻ പോകുന്നത്, ഇന്നലകളിൽ നീ ചിലത് കടന്നത് നിന്റെ കഴിവുകൊണ്ടല്ല, അവന്റെ ശക്തിയുടെ വലിപ്പമാണെന്ന് ഇന്ന് മകൾ തിരിച്ചറിയുന്നവർക്കായി സ്വന്തം എന്നോട് ദൈവാത്മാവ് പറയുക, അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ നീ ചിലത് കടക്കാൻ പോകുമ്പോൾ, അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ നീ ചിലത് കടക്കാൻ പോകുമ്പോൾ, അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ കീഴടങ്ങുമെന്ന്. കീഴടങ്ങും. ചേർന്നൊരാമേൻ പറഞ്ഞേ. ചേർന്നൊരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ചിലത് കടക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ കാരണം, അല്ലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ നിർബന്ധിക്കാൻ കാരണം, പ്രസംഗിക്കുന്ന എന്റെ കഴിവ് കൊണ്ടല്ല, പ്രസംഗിക്കുന്ന എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ പ്രസംഗത്തിന്റെ പുറകിൽ ഒരു ദൈവമുണ്ട്. ചേർന്നാമേ പറയണം. അവന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം, അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ കീഴടങ്ങും. ചേർന്നൊരാമേ പറഞ്ഞോണം. ഇന്ന് ചിലത് കടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ധൈര്യത്തോടത് ആവർത്തിച്ച് പറയാനുള്ള കാരണം, ഇന്നൊരു ദൈവശക്തി ഇറങ്ങും. ഇന്നൊരു ശക്തി നിന്റെ മേലിറങ്ങും. ഇന്നൊരു ശക്തി നിന്റെ അകത്ത് ഇറങ്ങും. നിന്റെ വിഷയത്തിന്റെ അകത്തൊരു ശക്തി ഇറങ്ങും. നിന്റെ കണ്ണുനീരിന്റെ ശക്തി ഇറങ്ങും. നിന്റെ മുമ്പിലുള്ള ചില പാർശ്വത്തിന്റെ മേലൊരു ശക്തി ഇറങ്ങും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്തൊരു ശക്തി ഇറങ്ങും. അത് മാനുഷിക ശക്തിയല്ല, അത് ലോകത്തിന്റെ ശക്തിയല്ല, അത് ഉയരത്തിലുള്ള ശക്തി. ശക്തിയുടെ വെളിപ്പെട്ടുവരുന്ന വിഷയങ്ങളകത്ത്, ആരെയുള്ള വിഷയത്തിന്റെ അകത്ത്, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിന്റെ, നിന്നെ ഭീതിപ്പെടുത്തുന്ന വിഷയത്തിന്റെ ശക്തികൾ ഈ വെളിപ്പാടകത്ത് വെച്ചുകൊണ്ട് വേണം അടുത്ത ദൂതിനെ കേൾക്കാൻ. എങ്ങനെ സമുദ്രം ഉണങ്ങിയ നിലമായി, കാൽനടയായി എങ്ങനെ നടത്തപ്പെട്ടു, അവനിൽ സന്തോഷിച്ചതെങ്ങനെ? ഒറ്റ കാര്യമുള്ളൂ, അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ. അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ. സ്തോത്രം. ഞാൻ വ്യക്തമായി പറയുന്നു, മുൻപോട്ട് വിടത്തില്ല എന്ന് പറയുന്ന ശത്രുബലം അവന്റെ ശക്തിയുടെ മുമ്പിൽ കീഴ്പ്പെടുമെന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞു. ഒരാമേൻ ചേർന്ന് പറയണം. രണ്ട് വെളിപ്പാടിലേക്ക് വേഗത്തിൽ വരും. പുറപ്പാട് പുസ്തകം 14:29, യോശുവയുടെ പുസ്തകം 3:17
ദൈവസന്നിധി വായി. പുറപ്പാട് 14:29. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലതും മതിലായി നിന്നു. ചേർന്നാമേൻ പറയണം. യോശുവ 3:17. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തു കൂടി തന്നെ നടന്നുപോയി. ചേർന്നാമേൻ പറയണം. ഈ രണ്ടു വെളിപ്പാടാണ് ഇന്ന് പകൽ ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ അത് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം പുറപ്പാട് 14:29. ഒന്നുകൂടെ വായിച്ചോ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടതും വലതും മതിലായി നിന്നു. ഓ, ചേർന്ന് രാമൻ പറഞ്ഞു. ഇതൊക്കെ വായിച്ചു കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. എന്ത് ചെയ്യണം? ഒന്ന് ഇമാജിൻ ചെയ്യണം. ഹല്ലേലൂയ. ഉണങ്ങിയ നിലം, ആ കടലിന്റെ നടുക്ക് ഉണങ്ങിയ നിലം. ജനം നടക്കുന്നു. രണ്ട് സൈഡിൽ മതില് പോലെ. ഇതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ഇമാജിൻ ചെയ്യാം. അതൊന്ന് ഇമാജിൻ ചെയ്യാൻ നമുക്ക് നേരമില്ല. നമ്മൾ പുതിയ പിശാചിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. പുതിയ പിശാചിനെ നമ്മൾ ഇമാജിൻ ചെയ്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കും. സ്വത്രം. ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഹലോ സഹോദരി ഇങ്ങോട്ട്, കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഈ കുഞ്ഞിന് ഒരു ബൈബിൾ കൊടുത്ത, അത് ചിത്രങ്ങൾ, കുട്ടികളുടെ ബൈബിൾ. ഞാൻ VBS പഠിപ്പിക്കുന്ന കാലത്ത് എനിക്ക് ലഭിക്കപ്പെട്ടതാണ്. ഞാനത് ഈ കുഞ്ഞിന് കൊടുത്തു. വായിക്കുന്നൊക്കെ ഉണ്ട്, നോക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവക്ക് കൊടുത്താൽ അത് പ്രയോജനമാകുമെന്ന് എനിക്ക് തോന്നിയുണ്ടാവും. കാരണം അവളത് നോക്കും, വായിക്കും, പഠിക്കും എന്ന് എനിക്കറിയാം. അല്ലാതെ ചുമ്മാ കൊണ്ടുപോയി ഷെൽഫിന്റെ പുറത്ത് വെക്കുന്നതിന്റെ കൊടുത്തിട്ട് വല്ല കാര്യം. വെറുതെ ആ പുസ്തകം ഇരുന്ന് ചതലടിച്ചു പോകല്ല. ആ കുഞ്ഞിന് കൊടുത്ത പ്രയോജനമാകുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അതിന്റെ അകത്ത് ഏത് സ്റ്റോറിയാണോ ബൈബിളിന്റെ എഴുതിയിരിക്കുന്നത് അതിന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ പെട്ടെന്നത് ആ ദൃശ്യം കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? അത് പതിയും. കേൾക്കുന്നത് പോലല്ല നമ്മൾ കാണുന്നത്. കേൾക്കുന്നതിനെക്കാട്ടിലും ഹൃദയത്തിൽ പതിയുന്നത് കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വായിക്കും. വെറുതെ വായിച്ചു വിടരുത്. പ്രസംഗം കേൾക്കുമ്പോൾ വെറുതെ ഇരുന്ന് കേൾക്കരുത്. അതിനെ നിങ്ങൾ കാണാൻ കഴിയില്ല. ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗം ദൈവാത്മാവ് എടുപ്പിച്ചത്. സ്തോത്രം. ഇന്ന് കടക്കില്ല. ചേർന്ന് രാമൻ പറഞ്ഞേ, വിശ്വസിക്കുന്നവർ ഇന്ന് ചിലത് കടക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ നീണ്ട കഷ്ടതയുടെ നടുവിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ മിസ്രൈമിലെ കഷ്ടത ഞാൻ കണ്ടു. സ്തോത്രം. മിസ്രൈമിലുള്ള അവരുടെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാരാലുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. സ്തോത്രം.
ഇന്ന് ചിലത് കടന്നു പോകണമെങ്കിൽ, ഇന്ന് ചിലതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, ഇന്ന് ചില വിടുതൽ പ്രാപിക്കണമെങ്കിൽ നിന്റെ കഷ്ടത ബിജോ പാസ്റ്റർ കണ്ടിട്ട് കാര്യമില്ല. നിന്റെ കഷ്ടത സ്വർഗം കാണണം. നിന്റെ നിലവിളി മനുഷ്യൻ കേട്ടിട്ട് കാര്യമില്ല. നിന്റെ നിലവിളി എന്റെ കർത്താവ് കേൾക്കണം. സ്വന്തം ഞാൻ അതുകൊണ്ടാണ് പലരോടും ഞാൻ പറയാറുണ്ട്, മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. കാരണം നീ കരയുന്നത് കാണാനാണ് പലരുടെ ആഗ്രഹം. വേണ്ടുന്നില്ല, നീ കരയുന്നത് കാണാനാണ് പലരുടെ ആഗ്രഹം. എന്നാൽ ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. വിങ്ങി പൊട്ടി നിൽക്കുന്ന മനസ്സാണെങ്കിൽ പോലും മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. എവിടെ കരയണമെന്നറിയാവോ? ഒരു പായിട്ടിട്ട് മുട്ടയിലിരുന്ന് നെടുമ്പാട് വീണ് ദൈവത്തോട് കര. നീ കരച്ചില് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ മറുപടി ഉണ്ടാവും. ചേർന്ന് രാമൻ പറയണം. അപ്പൊ അവിടെ പറയാ, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രാർത്ഥനാമുറിയിൽ ഇടപെട്ടൊരു ദൂതാണ്. ചിലരുടെ കഷ്ടത ദൈവം കാണുന്നുണ്ട്. ചിലരുടെ നിലവിളി എന്റെ ദൈവം കേട്ടിട്ടുണ്ട്. നിന്റെ കഷ്ടത അവൻ കാണാതിരുന്നിട്ടില്ല. കുഞ്ഞെ, നിന്റെ നിലവിളി അവൻ കേൾക്കാതിരുന്നിട്ടില്ല. ദൈവാത്മാവ് പറയുന്നു, നീ ഭാരപ്പെടണ്ട, നീ പ്രയാസപ്പെടണ്ട, നീ വേദനിക്കണ്ട. നിന്റെ കഷ്ടത അവൻ കണ്ടിട്ടുണ്ട്. നിന്റെ നിലവിളി അവൻ കേട്ടിട്ടുണ്ട്. ഇത് ദൈവം നിനക്ക് തരുന്ന ഒരു മറുപടിയാണെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ഒരു മറുപടിയാണിത്. അവൻ നിന്റെ കഷ്ടത കണ്ടു, അവൻ നിന്റെ നിലവിളി കേട്ടു, അവനൊരു പദ്ധതി ഒരുക്കി വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ മകനുകൾ. കഷ്ടതയുടെ നടുവിലുള്ള കഷ്ടതയുടെ കടന്നു പോകുന്ന പരിശുദ്ധന്മാരെ നിന്നോട് പറയുന്നത്, അവനൊരു കണ്ടു, അവനൊരു കേട്ടു, അവനൊരു പദ്ധതി ഒരുക്കി കഴിഞ്ഞു. സ്തോത്രം. പലരും പറയാറുള്ള വാക്ക്, എന്റെ കഷ്ടത കാണാൻ, എന്റെ നല്ല കാലത്ത് എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. അത് സത്യം. നമ്മുടെ നല്ല കാലത്ത് എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു കഷ്ടകാലം വരും. നമ്മുടെ കൂടെ ആരും ചേർന്ന് രാമൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ നന്മയുള്ളുമ്പോ ഒത്തിരി പേര് നമ്മുടെ കൂടെ, എന്നാൽ നമ്മൾ ശൂന്യമാണെന്നറിയാൻ ആരും. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വാക്ക്, ശൂന്യതയുടെ നടുവിൽ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ട്, അവരെ എന്നും കൈപിടിച്ചോ. അവരുടെ കൈവിടരുത്. കാരണം അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല സ്നേഹിക്കുന്നത്. ശൂന്യതയുടെ നടുവിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, നമ്മൾ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കും. ആമേൻ പറഞ്ഞു. കാരണം അവര് മറ്റൊന്ന് പ്രതീക്ഷിച്ചല്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ശൂന്യതകളുടെ നടുവിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ദൈവം നിനക്ക് കൃപ തരട്ടെ. ആമേൻ. മോശയോട് ദൈവം പറയാ, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു.
നൈൽ നദിയിൽ ആൺതലമുറകളുടെ ശവശരീരങ്ങൾ പൊങ്ങിക്കിടന്നപ്പോ ആൺതലമുറകളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തലമുറകളെയെല്ലാം കൊന്നുകളയാനുള്ള നിർദ്ദേശം പുറപ്പെട്ടപ്പോൾ പല എബ്രായ സ്ത്രീകളായിരിക്കുന്ന അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടപ്പോ നിന്നെ ഞാൻ മറച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. നിന്നെ ഞാൻ മറച്ചതിന് ഒരു ഉദ്ദേശം. നൈൽ നദിയിൽ നീ വലിച്ചെറിയപ്പെടാതിരുന്നത് നിന്റെ മേൽ എനിക്കൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം, 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 സ്തോത്രം. എവിടെ നിന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെട്ടോ, എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടോ, അതിന്റെ അകത്തു തന്നെ നിന്റെ കാലുകളെ ഉറപ്പിച്ച് ഞാൻ ഉറത്തിയത് എനിക്കൊരു പദ്ധതി. മോശേ ആ പദ്ധതിയിലേക്കുള്ള രംഗപ്രവേശനമായി. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ദൈവ പദ്ധതിയുള്ളവൻ ഏതു വഴി പോയാൽ അവസാനം അവൻ ദൈവിക ദർശനത്തിന്റെ മുമ്പിൽ എത്തും. ദൈവത്തിന് പദ്ധതിയുള്ളവൻ ഏത് വഴി പോയാൽ അവൻ അവസാനം കറങ്ങി തിരിഞ്ഞ് ദൈവിക ദർശനത്തിന്റെ മുമ്പിൽ അവൻ അവിടം വിട്ടു പോകാൻ കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടയ്ക്ക് ഞാൻ സഹോദരനോട് പറഞ്ഞു, അവൻ ജോലി പഠിച്ചിറങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ ജോലിക്ക് പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു, ബാസെ പഠിച്ചിറങ്ങിയത് ജോലിക്ക് എങ്ങനെ പോകാതിരിക്കും? ഞാൻ പറഞ്ഞു, ജോലിക്ക് പോയാൽ നീ നിൽക്കത്തില്ല. അവനിപ്പോ 4 ജോലിക്ക്, 4 പോയതുപോലെ പെട്ടി എടുത്തോണ്ട് വീട്ടിൽ വന്നു. രക്തം എക്സാമ്പിൾ ആണെങ്കിൽ ദൂതാണ് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ഇപ്പൊ എന്നോട് പറയാം, പാസ്റ്റർ ഞാൻ എന്താ ചെയ്യട്ടെ? ബൈബിൾ കോളേജിൽ പോടാ എന്ന് ഞാൻ പറഞ്ഞു. സ്വതന്ത്രം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ആക്കിത്തരാം. എന്റെ ഒരു സ്നേഹിതൻ സാറുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് നിന്നെ ഞാൻ ഓക്കെ. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയുള്ളവൻ ഏത് വഴി കറങ്ങിയാൽ അവസാനം അവൻ ഹോറേബിന്റെ ദർശനത്തിൽ വരും. ചേർന്ന് രാമൻ പറഞ്ഞേ സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ചിന്തിച്ചോണം, സമയമായിട്ടില്ല. അതുകൊണ്ട് സമയമാകുമ്പോൾ ദൈവം അവിടെ എത്തി. നിങ്ങൾക്കറിയാം, ദർശനമൊക്കെ നിങ്ങൾക്കറിയാം, കണ്ട കാഴ്ചയൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും വിസ്തരിക്കുന്നില്ല, അതൊന്നും എന്റെ ദൂതൽ. ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് വന്നപ്പോ ദൈവം പറഞ്ഞു, ഈ നിൽക്കുന്ന സ്ഥലം എന്റെ കാലിൽ ചെരുപ്പ്, അതിനർത്ഥം പുതിയൊരു ചെരുപ്പ് ഞാൻ നിനക്ക് തരാം. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ പദ്ധതിക്കകത്തു വരണമെങ്കിൽ ചിലതൊക്കെ കളയും. പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി അത് പറയാൻ പറയുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നിനക്ക് പൂർണ്ണമായി എത്തപ്പെടണമെങ്കിൽ നീ ചില ചെരുപ്പുകൾ കളയണം. ഞാൻ കണ്ട ചില വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവെന്നെ നയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്നവരോട് ആത്മാവ് ഇടപെടുന്നു. നിന്നെ കുറിച്ചും
എന്നെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് പദ്ധതിയില്ലാത്തവർ ഇവിടെ ഇരിപ്പില്ല, സൂമിൽ ഇരിപ്പില്ല. ഇരിക്കുന്ന എല്ലാവരിലും എന്തുണ്ട്? ഒരു ദൈവ പദ്ധതിയുണ്ട്. യേശു തന്നെ പറഞ്ഞു, പിതാവ് ആകർഷിക്കാത്തവരാരും എന്റെ അടുക്കൽ വരത്തില്ല. അപ്പൊ പിതാവ് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പദ്ധതി നിന്നെ കുറിച്ചുണ്ടെന്നാണ്. അപ്പൊ ദൈവ പദ്ധതി ഇല്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. പക്ഷെ ആ പദ്ധതി നിന്നിൽ കംപ്ലീറ്റ് ആകണമെങ്കിൽ നീ ചിലതൊക്കെ ഉപേക്ഷിക്കണം. സ്തോത്രം. എന്നും ദൈവത്തെ കളിപ്പിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കാണുന്നില്ല, അമ്മ കാണുന്നില്ല, സഹോദരങ്ങൾ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, മക്കള് കാണുന്നില്ല എന്ന് ചിന്തിക്കരുത്. അഗ്നിജ്വാലകൾക്കൊത്തുള്ള കണ്ണുള്ളവൻ നമ്മളെ കാണുന്നു എന്ന് മറക്കരുത്. സ്തോത്രം, 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 സ്തോത്രം. ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ ദൈവഹിതമില്ലാത്തത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവ പദ്ധതിയിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് വരുത്താതെ വണ്ണം നിന്നെ സ്വാധീനിക്കുന്ന ചില മേഖലകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേട്ടെ. ഞാനൊരു പെൺകൊച്ചിനോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു ദൂത്, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു സ്വപ്നമുണ്ട്, വലിയൊരു സ്വപ്നമുണ്ട് നിന്നെ കുറിച്ച്. അതിലേക്ക് നീ എത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കും. നിന്നെ ദൈവം എത്തിക്കും. പക്ഷെ നിനക്ക് ദൈവഹിതമില്ലാത്തൊരു ബന്ധമുണ്ട്. നിനക്ക് ദൈവഹിതമില്ലാത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധം നീ എന്ന് ഉപേക്ഷിക്കുന്നു, അന്ന് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവളുടെ പ്രോസസ് നടക്കണം. ഒരു വശത്ത് പ്രോസസ് നടക്കണം, മറുവശത്ത് ഇതും നടക്കണം. അതാ ഇവിടെ താല്പര്യം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും വേണം, എന്നാൽ ദൈവഹിതമില്ലാത്തത് വിട്ടുകളയാൻ മനസ്സുമില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്ക് ദൈവത്തിന്റെ സ്വപ്നം വേണോ അതോ നിനക്ക് നിന്റെ സ്വപ്നം വേണോ? വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി വെളിപ്പെടുത്തി പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. എന്റെ സ്നേഹത്തെ കുറിച്ച് നീ പറ. ഞാൻ ഉടനെ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് അവളോട് സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണ് നനഞ്ഞു, അവളുടെ ഹൃദയം തകർന്നു. അവൾ അവസാനം എന്നോട് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ, എനിക്ക് എന്റെ സ്വപ്നം വേണ്ട, എനിക്ക് ദൈവത്തിന്റെ സ്വപ്നം മതി. ആ കുഞ്ഞ് ദൈവസന്നി തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ചു. ദൈവം അവക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇന്ന് കൃപയാൽ അവൾ കാനഡയുടെ പ്രദേശത്താണ്. ഒരാമേൻ ചേർന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടും. പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ദൈവത്തിന് പൂർത്തീകരിക്കണമെങ്കിൽ നീ ചിലത് ഉപേക്ഷിക്കണം. സ്വത്രം. കള്ളത്തരങ്ങ നിർത്ത്, കപടം നിർത്ത്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ് തരികിട നിർത്ത്. സ്തോത്രം. നിർത്ത്, നിർത്ത്. ആളെ പറ്റിക്കുന്ന പരിപാടി നിർത്ത്. മാനസാന്തരപ്പെട്. സ്തോത്രം. പ്രസംഗിക്കുന്ന എന്നോടും കൂടെ ഞാൻ പറയുന്നത് അല്ല, നിങ്ങളോട് മാത്രമല്ല, ഞാനോട് അത് ഏറ്റെടുക്കുന്നു.
ഹല്ലേലൂയ. ശ്രദ്ധിച്ചേട്ടെ, അവിടെ നിന്നാ തീരത്തില്ലല്ലോ, വേഗത്തിൽ വരാം. തന്റെ മേൽ ദൗത്യമേൽപ്പിച്ച് 5-ാം അധ്യായം കൊട്ടാരത്തിലേക്ക് അയച്ചു. തന്നിലൂടെ പരിശുദ്ധാത്മാവ് വലിയ പ്രവർത്തികൾ അവിടെ ചെയ്തു. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. തന്നിൽ ബാധകളെ അയച്ചു. കൃപയാൽ 10-ാമത്തെ ബാധ കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, സ്തോത്രം, ഫറവോൻ പറഞ്ഞു ഹല്ലേലൂയ കൊണ്ടുപോകാം. എന്ത് ചെയ്തു? കൊണ്ടുപോയി. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, അവര് മുൻപോട്ട് യാത്ര ചെയ്ത് പോകുന്ന സമയത്താണ് അവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഒന്നാത്മാവി കണ്ടേ, ഒരാഴമേറിയ വെളിപ്പാട് അവിടെ. ഒന്നാത്മാവി കണ്ടേ, ചെങ്കടലിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? അവർ വന്നു നിൽക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ അവർ വന്നു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ചെങ്കടലിന്റെ മുമ്പിൽ അവർ വന്നു നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഈ ദൂത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നുണ്ട്. ചില വിഷയത്തിന്റെ അകത്ത് പ്രതീക്ഷകൾ അറ്റാന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൽ ഒരു വെളിപ്പാട് കൈമാറാനുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയം അവർ മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മിസ്രൈമിൽ ഞങ്ങളെ അടക്കുവാൻ ശവകുടീരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്? രാമേ ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. മിസ്രൈമിൽ ഇഷ്ടം പോലെ അടക്കാൻ സ്ഥലം. ഹല്ലേലൂയ. അവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ നീ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഈ അവസ്ഥയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു? ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, സത്യത്തിൽ മോശ വളരെ പ്രയാസപ്പെട്ടു. ഒന്ന്, ചെങ്കടലിൽ ശക്തമായി പൊങ്ങിയടിക്കുന്ന തിരമാലകളുടെ ശബ്ദം. പ്രാർത്ഥിച്ചോണ്ടിരുന്നേ പൊങ്ങിയടിക്കുന്ന തിരമാലകളുടെ ശബ്ദം. 2, ജനത്തിന്റെ എതിർപ്പിന്റെയും പിറുപിറുപ്പിന്റെയും ശബ്ദം. 3, പുറകിൽ നിന്ന് വരുന്ന ശത്രുവിന്റെ ആരവത്തിന്റെ ശബ്ദം. ഈ 3 ശബ്ദങ്ങൾ തന്റെ കർണപുടങ്ങളിലേക്ക് കയറിയപ്പോൾ മോശയുടെ ഹൃദയം കലങ്ങി, മോശയുടെ കണ്ണു നിറഞ്ഞു. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ഉദ്ധരിച്ച കാര്യം മോശയുടെ കണ്ണ് കലങ്ങിയതല്ല, മോശയുടെ ഹൃദയം കലങ്ങിയതല്ല. ഇതിലൂടെ അവന്റെ മേൽ ദൈവം പകർന്ന അധികാരത്തെ അവൻ മറന്നുപോയി. സ്വത്രം. അതാണ് ഗൗരവമായ കാര്യം. അതാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കർണപുടങ്ങളിൽ കേട്ട 3 ശബ്ദം മോശയെ സ്വാധീനിച്ചത് ഏറ്റവും അപകടകരമായി തീർന്നത് എവിടെയെന്നറിയുമോ? തന്റെ മേൽ ദൈവം പകർന്ന അധികാരം അവൻ ഒരു നിമിഷം മറന്നുപോയി. അതുകൊണ്ട് ദൈവം പറഞ്ഞത് വടി കയ്യിൽ എഴുതുക. ഒരാമേൻ എത്ര പേര് പറയും? എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു വെളിപ്പാടിതാ. നിന്റെ കാതുകളിൽ കേൾക്കുന്ന വാക്കുകൾ നിന്നെ മാനസികമായി തളർത്തിയിട്ട്, നിന്നെ മാനസികമായി ദുഃഖിപ്പിച്ചിട്ട് പിശാച് അതിലൂടെ സ്വാധീനിക്കുന്ന എവിടെന്നറിയാമോ? നിന്റെ മേൽ പകർന്ന ദൈവകൃപ എന്താണെന്ന് നിന്നെ മറപ്പിച്ചു കളയുക. ഇന്ന് പകൽ ആ കെട്ടി അറിയണം. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തിന്റെ പകർച്ച ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ചില വാക്കുകളുടെ യേശുവിന്റെ
നിങ്ങളുടെ ദൈവപകർന്ന അഭിഷേകം ഇങ്ങനെ ആത്മാവിന്റെ നിലയെ മാനസിക വാക്കുകളുടെ മുമ്പിൽ നീ കടലിൽ പോകരുത്. സാഹചര്യങ്ങളുടെ ശബ്ദത്തിന്റെ മുമ്പിൽ നീ കടലിൽ പോകരുത്. പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. സാഹചര്യങ്ങളുടെ സ്വരം നിന്റെ മേൽ പകർന്ന അധികാരത്തെ മറപ്പിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സാഹചര്യത്തെ ജയിക്കാനുള്ള അഭിഷേകം ഇല്ലേ? ഈ സാഹചര്യത്തെ ജയിക്കാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടില്ലേ? കേൾക്കുന്ന വർത്തമാനങ്ങൾ നിന്നെ മാനസികമായി തകർക്കുന്നുണ്ടെങ്കിൽ ആ വർത്തമാനത്തെ ജയിക്കാനുള്ള അഭിഷേകം തന്നിട്ടില്ലേ? ഓ സ്വതന്ത്രം സ്വതന്ത്രം. എടാ, അധികാരം പ്രാപിച്ചവൻ ഹല്ലേലൂയ ഊമനായിരിക്കാതെ പ്രാപിച്ചോണ്ടിരിക്കും. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ദൈവം പകർന്ന അഭിഷേകം രണ്ട് വാക്കിന്റെ മുമ്പിൽ മറന്നു പോകുന്നയാണോ? ദൈവ പകർന്ന അധികാരം സാഹചര്യങ്ങളുടെ ശബ്ദ തരംഗങ്ങളിൽ മറന്നു പോകുന്നയാണോ? പോയിട്ടുണ്ടെങ്കിൽ ആത്മാവറിയാം. ഒരു രോഗം വന്ന നീ ഇത് മറക്കുക. ഒരു ക്ഷീണം വന്ന നീ ഇത് മറക്കുക. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ തലയ്ക്കകത്ത് കർണപുടങ്ങളിലൂടെ കേട്ടിട്ട് തലയ്ക്കകത്ത് കൂടുവെച്ചിരിക്കുന്ന ചില കൂടുകൾ പൊളിയുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. കേട്ട ചില കാര്യങ്ങൾ നിന്റെ തലയ്ക്കകത്ത് കൂടുകൂട്ടിയിരിക്കുന്നതിനെ ഇന്നലെ ദൈവാത്മാവ് പൊളിച്ചോടിക്കുക. നിന്റെ പകർന്നത് എന്താണെന്നോ, നിന്റെ വ്യാപരിക്കുന്ന അധികാരം എന്താണെന്നോ നിന്നെ മറപ്പിച്ചു കളയുക. ഈ സൃഷ്ടികളുടെ സ്വാമിയെ അഴിയുകയാണ്. ഇന്ന് ജയം വ്യാപരിക്കുക, ജയം വ്യാപരിക്കുക. ദൈവം പുതിയ അധികാരം കൊടുത്തില്ല. ഉള്ള അധികാരത്തെ ഓർമ്മിപ്പിക്കുകയും അതിനെ ഉപയോഗിക്കത്തക്കവണ്ണം അവനെ ശക്തീകരിക്കുകയും ചെയ്തു. ചേർന്നൊരാമേൻ പറയണം, ചേർന്നൊരാമേൻ പറയണം. കേട്ട വാക്കുകൾ, സാഹചര്യത്തിന്റെ ശബ്ദങ്ങൾ, അനുഭവിക്കുന്ന ചില അനുഭവങ്ങൾ നിന്റെ മേൽ പകർന്നതിനെ മറപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുക, ഈ ഒരു പകർച്ചയല്ല, പകർന്നതിനെ ഓർമ്മപ്പെടുത്തുകയും അതിനെ ഉപയോഗപ്പെടുത്തത്തക്കവണ്ണം ശക്തീകരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ മേൽ അധികാരമുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്. നീ സംശയിക്കണ്ട. എന്നാൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അതിനെ സ്വീകരിക്കുന്ന ഇന്നലെ ശക്തി പൊളിച്ചടിക്കുക. ആത്മാവിൽ ആത്മാവിൽ ആത്മാവിൽ
വചനം തൊടുന്നു, വചനം തൊടുന്നു, വചനം തൊടുന്നു. മോശയൊക്കെ തളർന്നു പോയിട്ടുണ്ട്. ശരിയാണ്, തളർന്നു പോയിട്ടുണ്ട്. ശക്തനായ ഏലിയാവ് ഇനിയും ജീവിച്ചിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നെ എത്രയും വേഗം അങ്ങോട്ടങ്ങ് വിളിച്ചു. ശക്തനായ ഏലിയാവ്. സ്വോത്രം. ഈ പഴയ നിയമത്തിലെ ആൾക്കാര് പലരും അങ്ങനെ ആയിരുന്നു. ശരിയാണോ? പക്ഷെ പുതിയ നിയമസഭയെ നിങ്ങൾ മറക്കരുത്, നമ്മൾ മറക്കരുത്. പൗലോസ് പറയും, പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും സാരമില്ല, അകമയുള്ളവൻ ദിനം പ്രതി ശക്തിയെ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക്? പൗലോസ് പറയാ, ശൂലമൊക്കെ ഇരിക്കേണ്ട കർത്താവേ. സകലത്തിൽ കയ്യേറ്റം, ഉപദ്രവം, നിന്ന, പ്രാണഭയം, കപ്പൽ എക്സെട്ര, ഇതെല്ലാം വന്നിട്ട് പൗലോസ് പറയാ, എന്റെ അകത്തെ സുവിശേഷത്തിന്റെ പ്രകാശത്തെ ഇല്ലാതാക്കാൻ ഇതിനൊന്നും കഴിഞ്ഞില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആരാ? കയ്യേറ്റമാണോ? വാളാണോ? എന്താണ് എന്നെ വേർപിരിക്കുന്നത്? ഇതാ പുതിയ നിയമസഭ. ആമേൻ പറയണം. ഇതാ പുതിയ നിയമസഭ. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് മോശയുടെ ഫോട്ടോസ്റ്റാറ്റ് ആകാനല്ല, മറിച്ച് അല്ലെങ്കിൽ പുതിയ നിയമസഭയെ ഈ ഒരു വെളിപ്പാടിലേക്ക് കയറി വാ. ചേർന്നാമേ പറഞ്ഞോട്ടെ. എന്നെ ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടിലേക്ക് ഞാൻ വരും. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനെ ദൈവം ശക്തിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, കയ്യിൽ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞങ്ങളുടെ സാർ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അത് ഹീബ്രുവിൽ ഒരു വേർഡ് പറഞ്ഞു. ഞാൻ ആ വേർഡ് ഓർക്കുന്നില്ല, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മലയാളം ബൈബിളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുത്തിൽ എന്ത് വന്നിട്ടുണ്ട്? മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഹീബ്രുവിൽ അദ്ദേഹം അത് പറഞ്ഞു തന്നപ്പോഴാണ് അതിന്റെ വെളിപ്പാടകത്ത് കത്തി. ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് വടി കയ്യിലെടുത്ത് കൈ നീട്ടിയ. ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് വടി വടി എന്ത് ചെയ്തു? നാട്ടി. മോശയുടെ കയ്യിലിരുന്ന വടി, അത് ചെറിയ വടിയല്ല, വലിയ വടി. എന്ത് ചെയ്തു? നാട്ടി. എവിടാ നാട്ടിയെന്നറിയാം? ഇസ്രായേൽ ജനം മുൻപോട്ട് പോവുകയാണ്. മിസ്രൈമ്യര് പുറകിൽ നിന്ന് എന്ത് ചെയ്യും? വരിക. മോശ ഇസ്രായേൽ ജനത്തിന്റെ പുറകിൽ നിന്നിട്ട് മോശയുടെ പുറകിലാണ് മോശ വടി നാട്ടി. ഹലോ, ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കണം. മോശയുടെ പുറകിൽ എന്ത് ചെയ്യും? വടി നാട്ടി. എന്നിട്ട് അതിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അതിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: വടി നാട്ടിയിട്ട് തന്റെ രണ്ട് കരം മോശ വിരിച്ചു. ഹലോ ഹലോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം.
സെർച്ച് ചെയ്യാം, പഠിക്കാം. വടി എന്ത് ചെയ്തു? കാരണം ഇസ്രായേലിന് മുമ്പിലാണ്, മോശ അവരുടെ പുറകിൽ. അതിന്റെ പുറകിലാണ് ആര് വരുന്നത്? ശത്രു സൈന്യം വരുന്നത്. സ്തോത്രം. ദൂത് മറക്കരുത്. അവന്റെ ശക്തിയുടെ വലിപ്പത്തെ ശത്രുക്കളെ കീഴടക്കി സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി കാൽനടയായി അവർ പോയി കടന്ന് അവനെ സന്തോഷിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണേ. പുറകിൽ വടി നാട്ടിയിട്ട് കൈ വിരിച്ചപ്പോഴാണ് രണ്ട് ദിശയിലേക്ക് മതിലായി വെള്ളം മാറിയത്. ചേർന്ന് രാമൻ പറഞ്ഞേ, ചേർന്ന് രാമൻ പറഞ്ഞു. മോശ കൈ വിരിച്ചപ്പോൾ രണ്ട് സൈഡിലേക്ക്. ഞാനിത് പ്രസംഗിക്കുമ്പോ എനിക്ക് കുളിര് പോയി. ഹല്ലേലൂയ. നിങ്ങൾക്കില്ലെന്നറിയാം, എനിക്കുണ്ട്. നിങ്ങളത് ആത്മാവിൽ കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ. ഇസ്രായേലിനെ മുമ്പ് നിൽക്കുക, റെഡിയാകുക, പുറപ്പെടുക. മോശ തന്റെ പുറകിൽ വടി കുത്തി. ശത്രു സൈന്യം വരിക പുറകിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, മോശ കൈ വിരിച്ചു. ഒരാമേൻ പറ, ആമേൻ പറ. ഈ കടല് വിഭാഗിക്കാൻ വേണ്ടി ദൈവം മോശയിലൂടെ ചെയ്ത പ്രോസസ് അതാ പ്രോസസ്. ആമേൻ. ഇനി ഞാനൊരു വെളിപ്പാട് പറയാം. മോശയുടെ മുമ്പിൽ ചെങ്കടൽ മാറത്തില്ല. മാറുമോ? മോശയുടെ മുമ്പിൽ ചെങ്കടൽ മാറത്തില്ല. കാരണം മോശയും ചെങ്കടലുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. പത്രോസിനൊക്കെ കടലുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഉള്ള എക്സ്പീരിയൻസ് വെച്ച് പരമാവധി നോക്കി. പക്ഷെ എന്ത് പറ്റിയില്ല? കടലിനെ ശാന്തമാക്കാനോ പടകിനെ നിയന്ത്രിക്കാനോ അവസാനം ഇല്ലാതായി. ഇനിയും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് അബദ്ധമാകും. ഉടനെ പിന്നെ കുറ്റം കാണിക്കാനുള്ളതെല്ലാം പടകി കടന്ന് അഭ്യാസം കാണിച്ചിട്ട് ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ കുറ്റം നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് ഒരാമയം പറയണം. അങ്ങനെ പോലും ചെങ്കടലുമായിട്ടൊരു ബന്ധം ആർക്കില്ല? മോശയ്ക്കില്ല. മോശയെ അനുസരിക്കത്തക്കവണ്ണം ചെങ്കടലും മോശയും തമ്മിൽ ഒരു ബന്ധമില്ല. ഒരാമയം പറഞ്ഞാട്ട്. പക്ഷേ ചെങ്കടൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരാമയം പറയണം. ചെങ്കടൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദൈവശക്തി കാറ്റ് പോലെ ഉയരത്തിൽ ഇറങ്ങി വന്നു. ഒരാമയം ചേർന്ന് പറഞ്ഞേ. ചെങ്കടൽ കണ്ടൊരു കാഴ്ചയുണ്ട് പ്രിയപ്പെട്ടവർ. പുറകിൽ വടി നാട്ടി മോശ കൈ വിരിച്ചു. ഇതെന്തിനെയാ കാണിക്കുന്നത്? ചെങ്കടൽ എന്താ കണ്ടത്? ചെങ്കടൽ എന്താ കണ്ടത്? ഏത് പാർട്ടി? ചെങ്കടൽ എന്താ കണ്ടത്? സ്വത്രം. അതാണ് ഒന്നാമത്തെ വെളിപ്പാട്. നീ ചിലത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒന്നാമത്തെ വെളിപ്പാട്. ഹീബ്രു ബൈബിളിൽ വ്യക്തമായി പഠിപ്പിക്കുക. പുറകിൽ നാട്ടി കൈ എന്ത് ചെയ്തു? വിരിച്ചു. ചെങ്കടൽ ഒരു നിഴലാകണ്ട. ആ നിഴൽ ആരാന്നറിയാവോ? ക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പുറകിൽ വടി നാട്ടി
തന്റെ രണ്ട് കരവും താൻ വിരിച്ചപ്പോൾ ചെങ്കടൽ കണ്ടത് മോശയല്ല, ചെങ്കടൽ കണ്ടത് കാൽവരിയാണ്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ അവിടെ ക്രിസ്തുവിന്റെ ഒരു നിഴല് മറഞ്ഞു നിൽപ്പുണ്ട്. അതിന്റെ മുമ്പിൽ ചെങ്കടലിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന്റെ മുമ്പിൽ അവരെ കടത്തി വിടാതിരിക്കാൻ അതിന് കഴിയില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ക്രിസ്തുവിന്റെ നിഴൽ അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു കാറ്റ് പുറപ്പെട്ടു വന്ന് ചെങ്കടലിനെ രണ്ട് തട്ടിലേക്ക് മാറ്റിയെങ്കിൽ ക്രൂശിന്റെ വലന പ്രസംഗിക്കുമ്പോൾ നിന്നെ മുമ്പോട്ട് കടത്തി വിടാമെന്ന് നിൽക്കുന്ന ചില സാധനങ്ങൾ ഇന്ന് വഴിമാറുക. സ്വീകരിച്ചോ ഇന്നലെ ചില പരിശോധനയെ ക്രിസ്തുവിന്റെ നിലവിന്റെ വെളിപ്പാട് നിങ്ങളുടെ ആത്മാവിൽ ധരിക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ വെള്ളി നിന്റെ അതിനെ തീർക്കാം, അതിനെ ഇന്നത്തെ പാദസങ്ങൾ മാറുന്നു. നീ ചിലത് കാണാതെ പോകും, നീ ചിലത് കാണാതെ പോകും, നീ ചിലത് കാണാതെ പോകും. എത്ര പേർക്ക് മനസ്സിലായ വെളിപ്പാട്? എത്ര പേർക്ക് ആ വെളിപ്പാട് മനസ്സിലായി? ക്രിസ്തു ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ഒരു നിഴൽ. അഹരോനെ ക്രിസ്തുവിനെയും കൂടെ ചേർത്ത് ഞാൻ ഒരിക്കലും ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മോശയെയും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്ത് പഠിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണിത്. വടിനാട്ടി കൈ രണ്ടു വശത്തേക്കും മോശ ഹല്ലേലൂയ വീശിയപ്പോൾ, വിടർത്തിയപ്പോൾ ചെങ്കടൽ കണ്ടതൊരു നിഴലാണ്. ഹല്ലേലൂയ, ചെങ്കടൽ കണ്ടതൊരു നിഴലാണ്. ആ നിഴലിന്റെ വാക്തത്വം ഏതാം പുസ്തകത്തിൽ കേട്ടതാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല അത് തകർക്കുന്ന നിഴൽ. ഹല്ലേലൂയ, അത് തകർക്കുന്ന നിഴൽ. ചെങ്കടൽ കണ്ടത്, ചെങ്കടൽ കണ്ടു. ചെങ്കടൽ കണ്ടത് മോശയെ കണ്ടിട്ടല്ല മാറിയത്, ഇസ്രായേലിനെ കണ്ടിട്ടല്ല മാറിയത്. ചെങ്കടൽ പിൻവാങ്ങാനുള്ള കാരണം ആരും കാണാത്തൊരു രൂപം, ആരും കാണാത്തൊരു കാഴ്ച. ചെങ്കടലിനോട് ചോദിക്കുക, ചെങ്കടൽ പറയും ഞാൻ കാൽവരിയുടെ നിഴൽ മാറുന്നു. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ ഒരു കാൽവരി നിൽക്കുന്നു, നിന്റെ മുമ്പിൽ ഒരു കാൽവരി നിൽക്കുന്നു. ഇന്ന് ചിലവ് നീ കടക്കുന്ന ഫലം സ്വീകരിക്കുന്ന നീ ചിലവ് കടക്കുന്ന ഫലം, നീ ചിലവ് കടക്കുന്ന ഫലം. നിനക്ക് പ്രയാസമൊന്നുമില്ല. കാൽവരിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആവേശം. ആമേൻ. എത്ര പേർക്ക് ആ വെളിപ്പാട് അകത്ത് കയറി? രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നിന്റെ പലതും കടന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ 3 കാര്യം പറയാം. 1, ദൈവത്തിന്റെ സമയമായി. 2, നീ ശരിയായിട്ട്. 3, ശത്രു തടഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 ഞാൻ വിടുന്നു. 3-ാമത്തെ കാര്യം പറയാം. ശത്രു തടഞ്ഞിട്ടു നിനക്ക് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാൽവറി വെളിപ്പെടേണ്ട പോലെ വെളിപ്പെട്ടു. നീ പ്രാർത്ഥിക്ക്, ഇന്ന് മുതൽ പ്രാർത്ഥിക്ക്. യേശുവേ, എന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടണം. എന്റെ തടസ്സങ്ങളുടെ മുമ്പിൽ അങ്ങ് വെളിപ്പെടണം. എന്റെ മുമ്പിൽ മുൻപോട്ട് വിടാതെ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ചെങ്കടൽ വഴിമാറത്തക്കവണ്ണം എന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെട്ട് നിൽക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു.
സ്തോത്രം. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ആമേൻ പറഞ്ഞു. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നീ ചിലത് കടന്നു പോകും. അതിന്റെ ഒന്നാമത്തെ വെളിപ്പാട് കാൽവറി നിന്നെ ബന്ധിക്കണം. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, കർത്താവേ ദൂതനെ മുമ്പേ അയച്ച് പ്രാർത്ഥിക്കുന്നവര് വരാം, അല്ലാത്തവര് ചോദിച്ചിട്ട് കാര്യം. പ്രാർത്ഥിക്കുന്നവര് വരാം. ദൂതനെ മുൻപേ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കണേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാനും പ്രാർത്ഥിക്കാത്ത ദൂതനെ മുമ്പേ അയച്ച് വഴി നിരപ്പാക്കണം, ദുർഘടങ്ങളെ മാറ്റി. എനിക്ക് മുമ്പായി ആര് പോണം? ദൂതം പോണം. പുറകെ സൗകര്യപ്രദം ഞാൻ പൊക്കോളാം. നമ്മുടെ പ്രാർത്ഥനയാ. എപ്പോഴേലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഞാൻ പോകുന്ന വിഷയത്തിന്റെ മുമ്പ് കാൽവറി ഇറങ്ങി നിൽക്കണം? ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഞാൻ വിട്ടുതരിക. താല്പര്യമുള്ളവർ, വിശ്വാസമുള്ളവർ പ്രാർത്ഥിച്ചു, എന്റെ വിഷയത്തിന്റെ മുമ്പിൽ കാൽവറി ഒന്ന് വെളിപ്പെടണം. നിങ്ങൾക്കറിയാമോ, പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ദൂതെന്ന് പറയുന്നത് ക്രൂശിലെ ദൂതൻ. അതുകൊണ്ടാണ് പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോ പറഞ്ഞത്, കോരിന്ത്യ എന്ന് പറയുന്ന നാട്ടിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത്, ഒരവസരവും തനിക്കില്ലാത്ത സമയത്ത് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട. ആ ഒറ്റ വാക്കിൽ അവിടുത്തെ പിശാച് തകർന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. അപ്പോ തന്നെ അവിടുത്തെ ആധിപത്യം മുട്ടുമടക്കി. നമ്മൾ എത്ര ഒരു ദിവസം എത്ര പ്രാവശ്യം ക്രൂശിനെ ധ്യാനിക്കുന്നു, ക്രൂശിനെ കുറിച്ച് പറയും. ക്രൂശ് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കഷ്ടം, ദുഃഖം, വേദന. ചിലര് പറയുന്ന ശാപം. എന്നാ ശാപം? എന്നാ ശാപം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന നിനക്ക് എന്നാ ശാപം? പിന്നെ ശാപം വരും. എങ്ങനെയാണെന്നറിയാവോ? ശാപം വരും. അതെങ്ങനെയാണെന്നറിയാവോ? നീ ദൈവത്തെ മറന്ന് നീ മറ്റുള്ള ദൈവത്തിന്റെ മുമ്പിൽ പോകും. 7 തലമുറയ്ക്ക് വരെ ശാപം വരും. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ശ്രദ്ധിച്ചു കേട്ടെ. ക്രൂശിനെ വിഷയങ്ങളുടെ മുമ്പിൽ നിർത്തണം. എത്ര വലിയ വിഷയമാണെങ്കിൽ ക്രൂശിനെ മുമ്പിൽ നിർത്തി ഒന്ന് പ്രാർത്ഥിച്ചു, പിശാച് മുട്ടുമടക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ദൂത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാൽവറിയുടെ നിഴലിന്റെ മുമ്പ്, കാൽവറിയുടെ വെളിപ്പാടിന്റെ മുമ്പിൽ ചെങ്കടൽ വഴിമാറി അവരക്കരെ. രണ്ടാമത്തെ ദൂതാണ് 3:17 നമ്മൾ വായിച്ചത്. യോശുവ 3:17. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ആമേൻ പറ. അടുത്തത്
ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്ന് തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ആമേൻ പറ. ഞാൻ അങ്ങ് വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ആ വെളിപ്പാട് അങ്ങ് പറഞ്ഞു വിടും, സമയം പോകുന്നല്ലോ. ഒന്നാമത്തതിൽ വെളിപ്പെട്ടപ്പോൾ അവിടെ ജനത്തിന് പ്രമാണമില്ല. ഉണ്ടോ? പ്രമാണം കൊടുത്തിട്ടില്ല എന്ന് വച്ചാൽ ഹല്ലേലൂയ, അവർക്കൊരു പ്രമാണമാകട്ടെ, അവർക്കൊരു പെട്ടകമാകട്ടെ ഒന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ അവിടെ കാൽവറി. എന്നാൽ യോശുവയുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് അവിടെ ഒരു പെട്ടകമുണ്ട്, അവർക്ക് അവിടെ ഒരു പ്രമാണമുണ്ട്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ സാഹചര്യത്തിൽ നിന്ന് അവരക്കരെ കടക്കാനുള്ള കാരണം ദൈവത്തിന്റെ വചനമാണ്. ചേർന്ന് രാമൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക്? ഒന്നാമത്തതിൽ വെളിപ്പെട്ട് നിന്നു കാൽവറി, പക്ഷെ രണ്ടാമത്തതിൽ വെളിപ്പെട്ട് നിൽക്കുന്നു പെട്ടകം. രാമൻ ചേർന്ന് പറയണം. കാൽവറിയിലാണെങ്കിലും പെട്ടകത്തിനാണെങ്കിലും ദൈവ സാന്നിധ്യം എന്തുണ്ട്? ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. പെട്ടകമുള്ള പുരോഹിതന്മാർ യോർദാനിൽ കാലുവെച്ചപ്പോൾ യോർദാൻ വഴിമാറിക്കൊടുത്തു. യോർദാൻ വഴിമാറിക്കൊടുത്തു. ഉണങ്ങിയ നിലത്തൂടെ തന്റെ ജനം കടന്നുപോയി. രാമൻ പറയാം. യോർദാനെ കുറിച്ച് രണ്ട് കാര്യം ഞാൻ പറയാം, സമയമില്ലാത്തതുകൊണ്ട് രണ്ട് കാര്യം മാത്രം പറയാം. യോർദാന്റെ പ്രത്യേകത, ഇതിന് അടിയൊഴുക്കുണ്ട്, ഇതിന് മേലൊഴുക്കുണ്ട്. ഒരാമെ ചേർന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ വളരെ പ്രയാസമാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒരാമെ ചേർന്ന് പറയണം. ഹല്ലേലൂയ. ഇതിന്റെ മേലൊഴുക്കും ഇതിന്റെ അടിയൊഴുക്കും മുൻപോട്ട് ഹല്ലേലൂയ ഒന്നിനെയും വിടാതെ വണ്ണം അതിശക്തമാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒരാമേ പറഞ്ഞേ. രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്രായേൽ ജനം നന്മ നട്ട് ആ നന്മ വളർന്ന് ആ നന്മയിൽ നിന്ന് അവർ പ്രാപിക്കുന്ന സമയമാകുമ്പോൾ കര കവിഞ്ഞൊഴുകി ആ നന്മയെ മുക്കിക്കളയുന്ന സ്വഭാവം ഈ യോർദാനുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കണം, ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ചിലത് നീ കടക്കുന്ന പോലെ കണ്ടോ, മേലൊഴുക്ക് ശക്തമായി, അടിയൊഴുക്ക് ശക്തമായി, മുൻപോട്ട് ഒന്നിനെയും വിടാതെ വണ്ണം വെളിപ്പെട്ടു നിൽക്കുന്ന യോർദാൻ പരാജയപ്പെട്ടു. നന്മകളെ വിഴുങ്ങിക്കളഞ്ഞ യോർദാൻ പരാജയപ്പെട്ടത് പെട്ടകം ചുമക്കുന്നവർ കാലിൽ ഔട്യപ്പെടാം. ഒരാമേൻ പറയാം, ഒരാമേൻ പറയാമോ? ഇന്ന് പകലൊരു ദൂതം വരം ചുമക്കുന്ന നിന്നോടാ ദൂതം, പെട്ടകം ചുമക്കുന്ന നിന്നോടാ ദൂതം, നിന്നോടാ ദൂതം, മുകളിലൂടെയും താഴെയുടെയും അതിൽ ഒരുപോലെ വെളിപ്പെട്ടു നിൽക്കുന്ന അതിന് ശക്തമായ ചില യോർദാനെയും തക്കകളെ വിഴുങ്ങിക്കളയുന്ന ചില യോർദാനെയും നീ കടന്നു പോകാൻ ഈ വചനത്തിന്റെ ശക്തി നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ പെട്ടകമെന്ന് ചുമക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ ചുമക്കുന്നവരുടെ ദൂരെ നിന്റെ ചില തടസ്സങ്ങളെ മാറ്റുന്നു. ഭക്തരാജ വീരരാജ ഭൗരരാജ ഭക്തരാജ ഹിന്ദവാജ ഭൗരരാജ സോമിക്കെത്തി അപ്പര ശക്തിയോടെ നടക്കുന്ന പഠന മേലൊഴുക്ക് വഴിയൊഴുക്ക് ഒരുപോലെ നിന്നെ മുമ്പോട്ട് വിടാതെ മുകളിൽ നിന്ന് കാണുമെന്ന് നിന്നെ തെളിഞ്ഞു കളയുന്ന ചില യോഗ്യതകൾ ഇന്നവരെ യേശുവിന്റെ നാമത്തിൽ നഗരത്തിന്റെ മുമ്പിൽ പ്രമാണത്തിന്റെ മുമ്പിൽ വചനത്തിൽ
പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഗുരുവിനെ ഏറ്റെടുത്ത് മുകളിലൂടെ വിടാതെയും താഴെയൂടെ വിടാതെയും നിന്നെ ഞെരുക്കി കളയുന്ന, നിന്നെ ഞെരുക്കി കളയുന്ന പരാജയപ്പെടുന്ന ഒരു കാഴ്ചകൾ കാണുകയാണ്. ഇപ്പവകൾ പെട്ടകൾ ചുമക്കുന്നവർ കാലു വെച്ചപ്പോൾ, പെട്ടകൾ ചുമക്കുന്ന പുരോഹിതന്മാർ കാലു വെച്ചപ്പോൾ, പെട്ടകൾ ചുമക്കുന്ന പുരോഹിതന്മാർ കാലു വെച്ചപ്പോൾ എന്നോട് ദൈവമല്ല വീണ്ടും പറയാം, വചനത്തിന് പ്രാധാന്യം കൊടുത്ത് വചനത്തെ ചുമക്കുന്ന നിന്നോട് അതുവഴി ഇതുവഴി നടക്കുന്ന നിന്നോടല്ല ദൂരെ, ഇനി പോകുന്ന നിന്നോടല്ല ദൂരെ. വചനത്തെ വിശ്വസിക്കുക, വചനത്തെ ഏറ്റെടുത്ത്, വചനത്തെ പ്രമാണിച്ച്, വചനത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുടെ ദൂരെ ദൈവാത്മാവിനോട് പറയുന്നു, പെട്ടെന്ന് ആരാധന തീരാനാ ചിലരുടെ മനസ്സിലെ ആഗ്രഹം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, നിനക്ക് പറ്റത്തില്ലെങ്കിൽ പൊക്കോണം, നിനക്ക് പറ്റത്തില്ല പൊക്കോണം, വന്നേക്കരുത്. അല്ലേറിയ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് വരെ ഞാൻ പറയും, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് വരെ പറയും. ഇന്നവകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ പ്രവർത്തിക്ക് തടസ്സമിക്കരുത്. മനുഷ്യനെങ്കിൽ പൊക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊക്കണം. ദൈവത്തിന്റെ ഉള്ളിലെ തടസ്സമിക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നവകൾ നഗരത്തെ കാക്കുന്നവർ, നഗരത്തെ സൂക്ഷിക്കുന്നവർ, നഗരത്തെ പ്രമാണിക്കുന്നവർ, നഗരത്തെ അനുസരിക്കുന്നവർ, നിന്റെ മുമ്പിൽ യോർദാൻ നീ ചില യോഗ്യതയെ വിഴുങ്ങിക്കളയുന്ന യോർദാൻ എന്നവർ ആരാധനപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം. അതുവഴി ഇതുവഴി നടക്കുന്നവൻ ഇവിടമില്ല, അതുവഴി ഇതുവഴി പോകുന്നവർക്ക് വിടുതല കിടത്തില്ല. ആത്മാവ് ഇടപെടുക. പെട്ടകം ചുമക്കുന്ന, വചനത്തെ ചുമക്കുന്നവർ, വചനത്തെ അനുസരിക്കുന്നവർ, വചനത്തെ കീഴ്പ്പെടുന്നവർ, വചനത്തിന് വില കൊടുക്കുന്നവർ, വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവർ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയാ, നീ കാലുവെക്കുമ്പോ ചിലത് മാറും. നീ വിശ്വാസത്തിൽ വന്നിട്ട് അധികം നാളായി കാണത്തില്ല, അത്രവില്ല. വന്ന നാള് പോലെ ഇന്ന് പോലെ നീ യഥാർത്ഥമായിട്ടാണോ നിൽക്കുന്നത്? ആത്മാവ് വിശ്വസിക്കുന്നവര് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വിശ്വസിക്കുന്നവര് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിന്റെ യോർദാൻ എന്നോട് ദൈവാത്മാവ് ഇടപെടുക. യോർദാന്റെ ആഴം നിനക്കറിയത്തില്ല, യോർദാന്റെ ഭീകരത നിനക്കറിയത്തില്ല, യോർദാന്റെ വെല്ലുവിളി നിനക്കറിയത്തില്ല. പെട്ടകമില്ലെങ്കിൽ നിന്റെ കാര്യം പോകാം. വചനത്തെ പ്രമാണിച്ച് ജീവിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ കാര്യം പോകാം. യോർദാന്റെ ഭീകരത നിനക്കറിയത്തില്ല. വലിയൊരു ഉയരത്തിൽ നിന്ന് ഒരു വെള്ളം വന്ന് പതിക്കുന്ന പവർ എത്രയും ഉണ്ടോ? ഒരു ഉദാഹരണം പറയാം. ആതിരപ്പള്ളി തന്നെ ചിന്തിക്കും, ആതിരപ്പള്ളി തന്നെ ചിന്തിക്കും. മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ആ വെള്ളത്തിന്റെ ഘനം എത്രയും ഉണ്ടോ അത്രയും പവർ യോർദാന്റെ ഒഴുക്കിലുണ്ട്. മറക്കരുത്, യോർദാന്റെ ഭീകരത മറക്കരുത്, യോർദാന്റെ ഭീകരത മറക്കരുത്. പക്ഷെങ്കിൽ അതിനെ ജയിക്കണമെങ്കിൽ നിന്റെ ശക്തി കൊണ്ട് കഴിയത്തില്ല, ജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് കഴിയത്തില്ല. കുഞ്ഞു കളിച്ചിരിക്കരുത്, മനസ്സിലായിട്ട് പൊട്ടം കളിച്ചിരിക്കരുത്.
അലസമായിരിക്കരുത്, ഉറങ്ങിയിരിക്കരുത്. ഊടവ ശന്തന റഗത്തന, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവര് വരെ ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇല്ലെങ്കിൽ യോർദാൻ നിന്നെ ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ മിടുക്കല്ല, പെട്ടകം തോണി വഹിച്ച പുരോഹിതന്മാർ കാല് വെച്ചപ്പോഴാണ് യോർദാൻ മാറുന്നത്. എന്നോട് ദൈവം പറഞ്ഞത്, വചനം പ്രമാണിക്കുന്നവരുടെ മുമ്പിൽ ചില വിടുതൽ തെളിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നു. വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ചിലരുടെ ലൈഫിൽ ദൈവം ചില വിടുതൽ ചെയ്യാൻ പോകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ദൂരെ പറയുന്നു. സ്വോത്രം, സ്വോത്രം. ചെണ്ടപ്പുറത്ത് കോലുള്ളിടത്തല്ല നീ പോകരുത്. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തല്ല നീ പോകരുത്. നിന്റെ അകത്തൊരു പ്രമാണമുണ്ട്, നിന്റെ അകത്തൊരു വചനമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. കാണുന്നിടത്ത് എനിക്ക് അതിനെ നേരം കാണാം. ഈ ദേശത്ത് ആരോടൊക്കെ പറഞ്ഞാൽ തീരും, ഈ ദേശത്ത് ആരോടൊക്കെ പറഞ്ഞാൽ തീരും മറുപടി. മനുഷ്യൻ പറയുന്ന നീ കാര്യമാക്കി, അഹങ്കാരിയെന്നോ ജാടയെന്നോ അതൊന്നോ ഇതൊന്നോ എന്തു വേണേലും പറഞ്ഞോട്ടെ, നീ കാര്യമാക്കണം. വചനപ്രകാരം ദൈവം നിന്നെ കുറ്റം വിധിക്കരുത്. വചനപ്രകാരം ദൈവം നിന്നെ കുറ്റം വിധിക്കരുത്. ദൈവം നിന്നെ കുറ്റം വിധിക്കരുത്. ഇയ്യോബിനെ തന്റെ സ്നേഹിതന്മാരെല്ലാം കുറ്റം വിധിച്ചില്ലേ? എന്തിന്? കൂടെ നിന്ന ഭാര്യ പോലും കുറ്റം വിധിച്ചില്ലേ? പക്ഷെങ്കിൽ എന്റെ സ്വർഗസ്ഥ പിതാവ് കുറ്റം വിധിച്ചു. എന്റെ ദൈവം ഇയ്യോബിനെ കുറ്റം പറഞ്ഞു. ഭാര്യ പറയും, മക്കള് പറയും, ബന്ധുക്കാര് പറയും, ചാർച്ചക്കാര് പറയും, ദേശക്കാര് പറയും, നീ ഇതൊന്നും കാര്യമാക്കേണ്ടതേ, നീ ഇതൊന്നും വിഷയാക്കണ്ട. ദൈവം കുറ്റം പറയുന്നുണ്ടല്ലോ. ദൈവം വിധിക്കാതിരുന്നാ മതി, ദൈവം വിധിക്കാതിരുന്നോ. സ്വോത്രം. മനുഷ്യന്റെ വിധിക്കൊന്നും വലിയ വിലയില്ലെന്ന്, മനുഷ്യന്റെ വിധിക്കൊന്നും വലിയ വിലയില്ല. ദൈവം വിധിക്കാതിരുന്നാ മതി. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. വചനത്തെ പ്രമാണിച്ച് മുൻപോട്ട് പോകുന്നവനുണ്ടോ? ഇന്നും നിന്റെ മുമ്പിൽ യോർദാൻ പിന്മാറും. വചനം പറയുന്നു, അവർ കടന്നു പോകുന്നത് വരെ, അവർ കടന്നു പോകുന്നത് വരെ യോർദാൻ ഉണങ്ങിയ നിലമായി നിന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ചിലത് കടക്കുന്നത് വരെ ദൈവം ചിലത് വെളിപ്പെടുത്തും. ദൈവം ചിലത് വെളിപ്പെടുത്തി നിർത്തും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞ, ഇത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ. അത് രണ്ട് വെളിപ്പാടാണ് ഞാൻ പറഞ്ഞു. ഒന്ന് കാൽവറിയുടെ വെളിപ്പാട്, ഒന്ന് വചനത്തിന്റെ വെളിപ്പാട്. ചേർന്നൊരാമേൻ പറഞ്ഞു, ചേർന്നൊരാമേൻ പറഞ്ഞേ. ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ക്രിസ്തുവിന്റെ സാന്നിധ്യം. അത് വേറെ ആരുമല്ല, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അത്രേ. ഒരു നിമിഷം എഴുന്നേ, എത്ര നേരം ഇരിക്കല്ലേ?
ഒരു നിമിഷം എഴുന്നേറ്റ്. സ്വാമി എഴുന്നേക്കാൻ കഴിയുന്നവരെല്ലാവർക്കും എല്ലാ കണ്ണുകളോടെ എല്ലാ കണ്ണുകളും അടച്ചാണ്. സ്വോത്രം ചെയ്ത്